ഹായ് ഓൾ, വെൽക്കം ടു മെന്റർമെന്റ്സ്. നമുക്കിന്ന് രണ്ട് ഫ്രാക്ഷൻസിൽ ഏതാ നമ്പറാണ് വലുത് എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്ന നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/3 3/5 ആണ്. അപ്പം ഇതിൽ ഏതാണ് വലുതെന്നാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. സോ ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ 2/3 ആൻഡ് 3/5 രണ്ടിന്റെ ഡിനോമിനേറ്റർ വരുന്നത് എന്താണ്? 3ഉം 5ഉം ആണ് അല്ലെ. നമ്മൾ ഇതിന്റെ മൾട്ടിപ്പിൾസ് എടുത്ത് എഴുതാം. Okay, so multiples of 3 എന്ന് പറയുമ്പോൾ we get it as 3, 6, 9, 12, 15. നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 5 എഴുതാം. 5, 10, 15. സോ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് വരുന്നത് 15 ആണ് അല്ലേ. സോ നമുക്ക് മനസ്സിലായി LCM ഓഫ് 3, 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ആണ്. സോ നമുക്കിനി നമ്മുടെ രണ്ട് ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റർ 15 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫ്രാക്ഷൻ ഇസ് 2/3 ആണ് അല്ലേ. 2/3നെ ഡിനോമിനേറ്റർ 15 ആക്കാൻ വേണ്ടി നമ്മൾ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ബൈ 5 ചെയ്യണം അല്ലേ. ഇപ്പം നമുക്കറിയാമല്ലേ 5 × 3 ആണ് 15. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഈ LCM 15 ആവുള്ളൂ. ഇപ്പൊ 5 × 3 15 വരും. മോളില് 5 × 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 × 2 = 10 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്പർ. സോ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 3/5. ഓക്കെ, 3/5 ഡിനോമിനേറ്റർ 15 LCM 15 കിട്ടുന്നതിന് വേണ്ടി വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 3. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററും നമ്മൾ ഇതേ 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് കിട്ടും 3 × 3 ഈസ് 9 and denominator becomes 5 × 3 15. സോ ഇപ്പൊ നമുക്ക് കിട്ടിയത് 10/15ഉം 9/15ഉം ആണ്. രണ്ടും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഡിനോമിനേറ്റർ സെയിം ആണ്, 15 ആണ്. ഔട്ട് ഓഫ് ദിസ് ഇതിൽ നമ്മൾ ഇനി ന്യൂമറേറ്റർ നോക്കാം. ഇവിടെ 10ഉം ഇവിടെ 9ഉം ആണ്. വിച്ച് ഇസ് ഗ്രേറ്റർ? ഓഫ് കോഴ്സ് 10 ആണ് ഗ്രേറ്റർ. അപ്പൊ 10 ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മൾക്ക് കറസ്പോണ്ടിങ് 2/3 ആയിരിക്കും 3/5